ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ റിയൽമി GT7 Proയെ കുറിച്ചാണ്. ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പെസിഫിക്കേഷൻസ് പരിശോധിച്ച് ഈ സ്മാർട്ട് ഫോൺ വാല്യുബിൾ ആണോ അല്ലേ എന്ന് നോക്കാം. 55,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിന്റെ അണ്ടറിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. ഈ സ്മാർട്ട് ഫോണിന്റെ എക്സ്പെക്ട് ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ടു ഡിസംബർ ആ ഒരു മാസങ്ങളിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ 2025 തുടക്കം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു മാസങ്ങളിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ സാധ്യത. ലോഞ്ചിങ്ങിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. പ്രോസസർ ദി മോസ്റ്റ് പവർഫുൾ സ്നാപ്ഡ്രാഗൺ 8 Gen 4 ചിപ്സെറ്റ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണിത്. 4.1 GHz ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. 8 കോഴ്സ് ഉള്ള CPU ആണിത്. 4.1 GHz 2 പെർഫോൺ കോഴ്സും 2.78 GHz 6 എഫിഷ്യൻസി കോഴ്സുമാണ് ഉള്ളത്. 3nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ നിർമ്മിച്ച പ്രോസസറാണിത്. ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് TSMC ആണ്. ഇതിൽ തന്നിരിക്കുന്ന GPU Adreno 760 GB ആണ്. ഇതിൽ കിട്ടുന്ന അൻറ്റു സ്കോർ എന്ന് പറയുന്നത് 35 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 8 Gen 4 ചിപ്സെറ്റ്. ഇനി സ്റ്റോറേജിലേക്ക് വന്നാൽ LPDDR5T 12 GB RAM, 16 GB RAM എന്ന റാം വേരിയൻസ് ആണ് ഉള്ളത്. UFS 4.0 512 GB 1 TB എന്ന ഇന്റേണൽ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സപ്പോർട്ട് ഇതിന് തന്നിട്ടില്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ബയോ X2 മൈക്രോ കോഡ് കർവ്ഡ് AMOLED LTPO ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. ഇത്രയും വലിയ പേര് കേട്ട് ഇത് വലിയ എന്തോ സംഭവമാണെന്നൊന്നും ചിന്തിക്കേണ്ട. LTPO സപ്പോർട്ട് ചെയ്യുന്ന കർവ്ഡ് AMOLED ഡിസ്പ്ലേ തന്നെയാണത്. വലിച്ചു നീട്ടി പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. 627 ppi ആണ് ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ ഷാർപ്പസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഇത്. 1800 nits ആണ് ഇതിന്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്. 5500 nitsന്റെ HDR പ്ലേബാക്കിൽ പീക്ക് ബ്രൈറ്റ്നസ് ലഭിക്കും ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുമ്പോൾ. മിഡിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസ് വിറ്റെക്സ് 2 പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. ഗൂഡെക്സ് അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് നൽകിയിട്ടുള്ളത്. ഓവറോൾ നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് 55,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി ഇവിടെ തന്നിട്ടുള്ളത്. 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആയിരിക്കും തരുക എന്നും റൂമേഴ്സ് പ്രകാരം അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ നല്ലൊരു ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയായിരിക്കും ഈ ഒരു ഫോണിൽ ലഭിക്കുക. ഇനി ക്യാമറയിലേക്ക് വന്നാൽ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിട്ടുള്ളത്. 50 MB മെയിൻ സെൻസറും 50 MB അൾട്രാ വൈഡ് സെൻസറും 50 MB ടെലിഫോട്ടോ 6x സൂം സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയുമാണ് തന്നിട്ടുള്ളത്. 3 ക്യാമറകളും OIS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറകളാണ്. റൂമേഴ്സ് പ്രകാരം അറിയാൻ സാധിച്ചത് സോണി LYT600 സെൻസറാണ് തന്നിട്ടുള്ളതെന്നാണ്. പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഇൻഫോർമേഷൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത് കൺസിഡർ ചെയ്യേണ്ട. റിയർ സൈഡിൽ തന്നിരിക്കുന്ന 3 ക്യാമറകളിലും 4K 60 FPS റെക്കോർഡിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 32 MP ഫ്രണ്ട് ക്യാമറ ആണ് നൽകിയിട്ടുള്ളത്. 4K 60 FPS വരെ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി അതിനുമുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിയാൽ നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ് റിയൽമി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നിട്ടുള്ളത്. റിയൽമിയുടെ ക്യാമറ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബൂസ്റ്റഡ് കളേഴ്സ് ആയിരിക്കും ഈ സ്മാർട്ട് ഫോണിൽ നിന്നും എടുക്കുന്ന ഫോട്ടോസിൽ ലഭിക്കുക. പക്ഷേ വളരെ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും അത് കാഴ്ചവെക്കുക. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വന്നാൽ റിയൽമി UI 6 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 15 ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി ബാറ്ററിയിലേക്ക് നോക്കിയാൽ 6100 mAh വലിയൊരു ബാറ്ററിയാണ് റിയൽമി ഇവിടെ തന്നിട്ടുള്ളത്. അത് പവർ ചെയ്യാൻ 320 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. 65 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. USB Type-C വെർഷൻ 4.0 ആണ് USB പോർട്ട് വെർഷൻ. റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് കൂടിയാണത്. 320 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വേറെ കത്തിക്കാനുള്ള ഐറ്റം തന്നെയാണ് റിയൽമിയുടെ തന്നിട്ടുള്ളത്. ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ റിയൽമിയുടെ കുറച്ച് നാളുകളായി കണ്ടുവരുന്ന ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റൗണ്ട് മൊഡ്യൂളിൽ വരുന്ന ക്യാമറ സിസ്റ്റവും മീഗൽ ലെതർ ബാക്കും ഗ്ലാസ് ബാക്കുമാണ് മെയിൻലി തന്നിട്ടുള്ളത്. മെറ്റൽ ഫ്രെയിമാണ് തന്നിട്ടുള്ളത്. 3 കളർ വേരിയന്റിലാണ് സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക്, ഓറഞ്ച് ആൻഡ് വൈറ്റ്. ബ്ലാക്കിന്റെ ബാക്ക് സൈഡ് മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഓറഞ്ച് വീഗൽ ലെതറും വൈറ്റ് ഗ്ലാസും ആയിരിക്കും. 9.2 mm തിക്നെസ് ആണ് ഈ സ്മാർട്ട് ഫോണിനുള്ളത്. അത്യാവശ്യം തിക്നെസ് കൂടിയൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. 6100 mAh വലിയ ബാറ്ററി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും.
അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ഡ്യുവൽ 5G സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് തന്നിട്ടുള്ളത്. വൈഫൈ 6 ആണ് നൽകിയിരിക്കുന്നത്. NFC സപ്പോർട്ട് ഉണ്ട്. IR ബ്ലാസ്റ്ററും തന്നിട്ടുണ്ട്. IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതർ ഫീച്ചേഴ്സായി വരുന്നത്. അപ്പോൾ കൺക്ലൂഷനിലേക്ക് വന്നാൽ 55,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് റിയൽമി GT7 Pro. സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന് പറയുന്ന ചിപ്സെറ്റ് വളരെ പവർഫുള്ളായ ഒരു ചിപ്സെറ്റാണ്. നിലവിൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 Gen 4 ചിപ്സെറ്റ്. അപ്പോൾ 55,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഡിവൈസും നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി നൽകുന്ന ഡിവൈസും നല്ല ക്യാമറ ക്വാളിറ്റിയും തരുന്നൊരു സ്മാർട്ട് ഫോണുമായിരിക്കും റിയൽമി GT7 Pro. അപ്പോൾ നിങ്ങളൊരു റിയൽമി ഫാൻ ആണെങ്കിൽ, റിയൽമി സ്മാർട്ട് ഫോൺ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി GT7 Pro. റൂമേഴ്സ് പ്രകാരം അറിയാൻ സാധിച്ചത് നവംബറിലോ ഡിസംബറിലോ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ്. ചിലപ്പോൾ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്ക് നീക്കി വെക്കാനും സാധ്യതയുണ്ട്. റൂമേഴ്സ് പ്രകാരം നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് മാത്രമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളൂ. ഒക്ടോബർ മാസത്തിൽ ഇതിന്റെ സ്പെസിഫിക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പുറത്തു വരുന്നതാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആ ടൈമിൽ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ തരുന്നതാണ്. കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമാണെങ്കിലും എന്നെ സംബന്ധിച്ചത് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ വീഡിയോസ് കാണാൻ 100 പേരുണ്ടെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സ്മാർട്ട് ഫോൺ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പങ്കുവെക്കാനായി ഞാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോസും വളരെ റിസർച്ച് ചെയ്താണ് വീഡിയോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പാഷനേറ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.